അസ്സലാമു ഗൈസ്. ഇന്നത്തെ വീഡിയോ ഹുറൂഫുൽ മദ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചു. അപ്പോൾ ഹുറൂഫുൽ മദ് എന്താണെന്ന് അറിയാത്തവർ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹുറൂഫുൽ മദ് എന്ന് പറയുന്നത് നീട്ടാനും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് ഹുറൂഫുൽ മദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 അക്ഷരങ്ങളാണ്. അലിഫ്, വാവ്, യാ. ഈ 3 അക്ഷരങ്ങളാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ അഥവാ ഹുറൂഫുൽ മദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫത്തഹിന് ശേഷം അലിഫ് വരികയാണെങ്കിൽ ഒരു അക്ഷരത്തിന് മുകളിൽ ഫത്തഹും അതിന് ശേഷം അലിഫും വരികയാണെങ്കിൽ ആന്ന് നീട്ടി ഉച്ചരിക്കണം. അതുപോലെ ലമ്മിന് ശേഷം ഒരക്ഷരത്തിന് ലമ്മ് വരികയും അതിന് ശേഷം വാവ് വരികയും ചെയ്താൽ ഊ എന്നുള്ള സൗണ്ടിലായിരിക്കും നമ്മൾ ഉച്ചരിക്കുക. അതുപോലെ കെസറിന് ശേഷം യാ, ഒരക്ഷരത്തിന് കെസറും അതിന് ശേഷം യാവും ആണെങ്കിൽ ഈ എന്നുള്ള സൗണ്ടിലായിരിക്കും ഉച്ചരിക്കുക. അപ്പോൾ ഉദാഹരണം നോക്കാം. ബ പ്ലസ് അലിഫ് ബാ, ക പ്ലസ് അലിഫ് കാ. ഓക്കെ, അതുപോലെ ഷ പ്ലസ് അലിഫ് ഷാ. നമ്മൾ നീട്ടി ഉച്ചരിക്കും. ഫത്തഹിന് ശേഷം അലിഫ് വരുമ്പോൾ ആ എന്നുള്ള സൗണ്ടിലായിരിക്കും പ്രൊനൗൺസ് ചെയ്യാനും. ഓക്കെ, അത് മനസ്സിലായിരിക്കും. നെക്സ്റ്റ് വാവാണ്. ഇപ്പോൾ ലമ്മിന് ശേഷം വാവ് വരുമ്പോൾ നമ്മൾ ഊ എന്നുള്ള സൗണ്ടിലായിരിക്കും പ്രൊനൗൺസ് ചെയ്യാൻ. നമുക്ക് ഉദാഹരണം നോക്കാം. നു പ്ലസ് വാവ് നു. അതുപോലെ ലു പ്ലസ് വാവ് ലൂ. തു പ്ലസ് വാവ് തൂ. അങ്ങനെ നമ്മൾ നീട്ടി ഉച്ചരിക്കും. അപ്പം ഓ എന്നുള്ള, അതായത് ലമ്മിന് ശേഷം ഒരക്ഷരത്തിന് ലമ്മ് വരിക അതിന് ശേഷം വാവ് വരികയും ചെയ്താൽ ഓന്ന് നീട്ടി ഉച്ചരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് പോവാം. യാ. ഇനി യാ, അതായത് കെസറിന് ശേഷം ഒരക്ഷരത്തിന് കെസർ വരികയും അതിന് ശേഷം യാ വരികയും ചെയ്യുമ്പോൾ നമ്മൾ ഈ എന്നുള്ള സൗണ്ടിലായിരിക്കും ഉച്ചരിക്കേണ്ടത്, പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ ഉദാഹരണം നോക്കാം. ഫി പ്ലസ് യാ ഫീ. ബി പ്ലസ് യാ ബി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ 3 അക്ഷരങ്ങളെയും ഉച്ചരിക്കാൻ. അലിഫ് ആ എന്ന് പറയാം, അതുപോലെ വാവ് ഓ എന്ന് പറയാം, അതുപോലെ യാ ഈ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ശ്രദ്ധിക്കണം. അതിന് മുന്നേ ഉള്ള, അതായത് ഈ അലിഫ് വാവ് യാ വരുമ്പോൾ അതിന് മുന്നേ ഏതാ ഹർക്കത്തെന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ മുന്നേ ഹർക്കത്തും ഉണ്ടാവണം. അതുപോലെ ഈ അലിഫിനും വാവിനും യാനൊന്നും ഹർക്കത്തൊന്നും ഇല്ലാണ്ട് അത് ഒറ്റയ്ക്ക് വരികയും ചെയ്യണം. അന്നേരം മാത്രമാണ് നമ്മൾ ഇതുപോലെ നീട്ടി ഉച്ചരിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതെന്ന് വെച്ചാൽ ഹുറൂഫുൽ മദ്, അലിഫ് വാവ് യാ, ഈ 3 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ മദ് അഥവാ നീട്ടാൻ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.